DCCയുടെ വൈസ് പ്രസിഡന്റ് സുമേഷ് അശ്വൻ അവർ, കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ മോഹൻ അവർ, അതുപോലെ തന്നെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീഷ് ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിച്ചേർന്ന ജനാധിപത്യ വിശ്വാസികളെ, ഈ ആലത്തൂർ പാർലമെന്റിന്റെ വികസന കുതിപ്പിന് വേണ്ടി ഈ ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ 5 വർഷം ഈ ആലത്തൂർ പാർലമെന്റിൽ 1734 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി ചരിത്രം തിരുത്തിക്കുറിച്ച കുമാരി രമ്യ ഹരിദാസിന്റെ വിജയത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് റാലി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, CPMന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വരെ പറഞ്ഞു, ഈ ഭരണത്തിന്റെ വികാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയമെന്ന്. അങ്ങനെയെങ്കിൽ ഈ കേരളത്തിലെ 20 നിയോജക മണ്ഡലവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈപ്പറ്റി തന്നെ ഈ കേരളത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളും ജനങ്ങളും ഉൾപ്പെടെ. കാരണം അത്ര ജനദ്രോഹ നടപടികളുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും 7 മാസത്തെ പെൻഷൻ കിട്ടാതെ സാധാരണക്കാർ വലയുമ്പോൾ ക്ഷേമനിധി ബോർഡിൽ നിന്ന് മുഴുവൻ തുകയും അവർ അടിച്ചു മാറ്റിയിട്ട് ക്ഷേമനിധിയിൽ കൊടുക്കേണ്ട തുകകൾ പോലും കൊടുക്കാതെ ഈ പെൻഷൻ കൊടുക്കുന്നതിന്റെ പേരിൽ പെട്രോളിലും ഡീസലിലും 2 രൂപ വെച്ച് സെസ് മേടിച്ചിട്ട് പോലും അതിന്റെ വിഹിതം കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത അത്രയും ഒരു നെറികെട്ട സാധാരണക്കാരനെ പിഴിയുന്ന, വേദനിപ്പിക്കുന്ന, കണ്ണീരിലാഴ്ത്തുന്ന ഒരു ഗവൺമെന്റിനെതിരെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയെഴുതേണ്ടത്. അതുപോലെ ഈ നല്ലവരായ പ്രബുദ്ധരായ മന്നത്താവിലെയും തണ്ടിശ്ശേരിയിലെയും ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി കൈപ്പത്തിയിൽ വോട്ട് ചെയ്തുകൊണ്ട് രമ്യ ഹരിദാസിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തായി സംസാരിക്കുന്നത് DCCയുടെ വൈസ് പ്രസിഡന്റ് സുമേഷ് അശ്വൻ അവർ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു, ഇന്ന് രമ്യ ഹരിദാസ് ചിറ്റൂരിൽ ആലത്തൂർ UDF കാൻഡിഡേറ്റ് രമ്യ ഹരിദാസിന്റെ ചിറ്റൂരിലുള്ള തെരഞ്ഞെടുപ്പ് പര്യടനം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ പുത്രൻ ചാണ്ടി ഉമ്മനാണ് നമുക്ക് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതിന് ശേഷം നമ്മുടെ ചാണ്ടി ഉമ്മൻ MLA ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം. ഈ തെരഞ്ഞെടുപ്പ് വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ജനാധിപത്യം നിലനിർത്താൻ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഭരിക്കുന്ന NDAയുടെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് ഈ രാജ്യത്തിന്റെ അനിവാര്യമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യം ഭരിച്ച മോഡിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഈ രാജ്യത്തെ ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ, ഭാഷയുടെ പേരുകളിൽ വിഭജിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ അത് ബാധിക്കുന്ന രീതിയിൽ ഇന്ന് ഈ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തെ എത്തിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഇതിനു മുമ്പുണ്ടായിരുന്നത് പോലെ ഐക്യത്തോടെ, ഒരുമയോടുകൂടെ ഈ രാജ്യം മുന്നോട്ട് പോകാൻ ഈ NDA സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു ഭരണ നേട്ടത്തെക്കുറിച്ചും പറയാൻ കഴിയാത്ത ഒരു സർക്കാർ ഇപ്പോ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പോലും വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് വോട്ട് സംഭരിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം ഈ നാട്ടിലെ ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു അറുതി ലഭിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 10 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഈ രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികളെ EDയുടെ CBIയെ ഉപയോഗിച്ച് EDയും CBIയും ഉപയോഗിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി
അവരിൽ നിന്ന് BJPക്ക് ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു സംഘടിത കൊള്ള നടത്തുന്ന ഒരു സർക്കാരായി, ഒരു പാർട്ടിയായി BJP മാറിയിരിക്കുന്നു. അതിന്റെ ഒരു സർക്കാരായി NDA സർക്കാർ മാറിയിരിക്കുന്നു. നമ്മളൊക്കെ തെളിവ് സഹിതം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 7000 കോടി രൂപയോളം ഇലക്ട്രൽ ബോണ്ടിലൂടെ തട്ടിച്ചത് നമ്മളിപ്പോ തെളിവ് സഹിതം അറിഞ്ഞിരിക്കുകയാണ്. ഈ 7000 കോടിയാണ് BJP അധികാരത്തിൽ നിന്നുകൊണ്ട് അഴിമതി നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതിന്റെ എത്രയോ ഇരട്ടി അഴിമതി നടത്തി, ബാങ്കിലൂടെ അല്ലാതെ, ഇലക്ട്രൽ ബോണ്ടിലൂടെ അല്ലാതെ ഈ BJP പാർട്ടി സ്വരൂപിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിന് 7,000 കോടി രൂപയിൽ ഒരു 52 കോടിയുടെ കാര്യം നമ്മളൊക്കെ ആശങ്കപ്പെടുന്ന ഒരു 52 കോടിയാണ്. നമ്മളെല്ലാം കോവിഡിന്റെ കാലത്ത് ഭയത്തോടുകൂടെ വീട്ടിനകത്ത് നമ്മൾ അടഞ്ഞുകൂടിയിരുന്ന ഒരു സമയമുണ്ട്. ഈ കോവിഡിന് ഒരു മരുന്ന് കിട്ടുമോ? അമേരിക്കയിലും റഷ്യയിലും പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നു, അത് നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരുന്ന ഒരു സമയമുണ്ട്. അന്ന് ഇവിടെ ഇന്ത്യയിലെ ഒരു കമ്പനി, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ 5 കോടി രൂപ ഒരു ദിവസം കൊടുക്കുകയാണ്. ആ കൊടുത്തതിന്റെ അടുത്ത ദിവസം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ ഈ രാജ്യത്ത് സൗജന്യമായി നൽകുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആ വാക്സിൻ ഏറ്റവും അനുയോജ്യമായ വാക്സിൻ ആണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വാക്സിൻ മേടിക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണ്. നമ്മളൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ സന്തോഷിച്ചു, നമുക്കൊരു വാക്സിൻ, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാക്സിൻ നമുക്ക് ലഭിക്കുകയാണെന്ന്. എന്നാൽ അതിന്റെ പിന്നാമ്പുറ കഥകൾ പിന്നീടാണ് വെളിവായി വന്നത്. 100 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന വാക്സിൻ 650 കോടി രൂപ കൊടുത്ത് സർക്കാർ മേടിച്ചിട്ടാണ് നമുക്ക് സൗജന്യമായി തന്നത്. ആ സൗജന്യമായി തന്ന ഈ 650 രൂപയ്ക്ക് മേടിക്കുന്നതിന്റെ തുക മുഴുവൻ നമ്മുടെ ടാക്സുകളിൽ നിന്നാണ് ഈ സർക്കാർ പിടിച്ചെടുക്കുന്നതെന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കിയില്ല. 100 രൂപയ്ക്കുള്ള വാക്സിൻ 650 രൂപയ്ക്ക് മേടിച്ച് കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ആ വാക്സിൻ നൽകുകയുണ്ടായി. ആ വാക്സിൻ നൽകാനുണ്ടായ കാരണമാണ് ആദ്യം 5 കോടി കൊടുത്ത് ആ കരാർ ഉറപ്പിച്ച് പിന്നീട് 52 കോടി കൊടുത്ത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ കരാർ നൽകിയത് BJPക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുക. ആ വാക്സിന്റെ അവസ്ഥ എന്താണ്? പിന്നീട് കോവിഡ് ലോകത്ത് കോവിഡ് എന്ന മഹാമാരി വിട്ടുമാറിയതിനു ശേഷം നമുക്ക് തെളിഞ്ഞു ആ വാക്സിൻ ഫലപ്രദമായിരുന്നില്ല എന്ന്. ഇപ്പോൾ പോലും പല അസുഖങ്ങൾക്കും ചികിത്സയ്ക്ക് പോകുമ്പോൾ ആശുപത്രികളിൽ പറയുന്നത് എന്താ? കോവിഡിന്റെ വാക്സിൻ എടുത്തതിന്റെ അതിന്റെ ദൂഷ്യഫലങ്ങളാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ചെറുപ്പക്കാർ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വന്ന് മരണത്തിലേക്ക് പോകുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ ഇപ്പൊ പറയുന്നത് കോവിഡ് വാക്സിന്റെ അതിന്റെ എഫക്റ്റ് ആണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുയോജ്യമായ ഒരു മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു കമ്പനിക്ക് നമ്മുടെയൊക്കെ ജീവൻ പണയം വെച്ചുകൊണ്ട് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ കരാർ കൊടുക്കാൻ വേണ്ടി 52 കോടി മേടിച്ച് കൊടുത്ത ഒരു സർക്കാരാണിത്. നമ്മുടെയൊക്കെ ജീവന് പുല്ലുവില കണക്കാക്കിക്കൊണ്ട് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ കരാർ കൊടുത്ത മോഡി. ഇലക്ട്രൽ ബോണ്ടിലെ മറ്റ് കമ്പനികളുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്ത 52 കോടി മേടിച്ച് ആ കമ്പനിക്ക് ഈ വാക്സിൻ മേടിക്കാനുള്ള ഇത് കൊടുത്തത് അത് മോഡി സർക്കാരാണെങ്കിൽ അങ്ങനെയുള്ളൊരു സർക്കാർ ഇനി അധികാരത്തിൽ വരാൻ പാടില്ല. ഈ രാജ്യത്ത് വിഭജിക്കുക മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളെ വരെ വിൽക്കുന്ന, അവരുടെ ജീവൻ വരെ പണയം വെച്ച് പണമുണ്ടാക്കുന്ന ഒരു സർക്കാരാണ് ഈ NDA സർക്കാർ. അവരിനി അധികാരത്തിൽ വരാതിരിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിന് തെരഞ്ഞെടുപ്പിന് ഈ രാജ്യത്ത് മുഴുവൻ ജനാധിപത്യ പാർട്ടികളും ഒത്തൊരുമിച്ച് ആ NDA സർക്കാർ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം മാത്രം, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ഇടതുപക്ഷത്തെയും പറയുന്നില്ല, കേരളത്തിലെ CPM എന്ന പാർട്ടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരലെന്ന് മനസ്സിനകത്ത് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു പാർട്ടിയാണ് നമുക്ക് പറയാൻ കഴിയും.
എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 38 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത് എന്തിനാ? ഇവിടെ BJPക്കെതിരെയുള്ള കേസും CPMന്റെ നേതാക്കൾക്കെതിരെയുള്ള കേസും പരസ്പരം അത് ഒത്തുതീർപ്പാക്കിക്കൊണ്ട് പത്രത്തിൽ വാർത്തകളിൽ മാത്രം ഒതുങ്ങി കേസുകൾ ഒത്തുതീർപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്തിനാ? ഇവിടെ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ മോഡിയുടെ NDA സർക്കാരിനെ പോലെ തന്നെയാണ് പിണറായിയുടെ ഇവിടുത്തെ LDF സർക്കാരും. CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പണമുണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും CPMന്റെ നേതാക്കളുടെ കുടുംബത്തിനും പണമുണ്ടാക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുക. ഇവിടുത്തെ സാധാരണക്കാർക്ക് പെൻഷൻ ലഭിച്ചിട്ട് 7 മാസത്തെ കുടിശ്ശികയായി. കഴിഞ്ഞ മാസം 1 മാസത്തെ കൊടുക്കും. ഇപ്പൊ വിഷുവിന് മുമ്പ് 2 മാസത്തെയും കൂടെ, തെരഞ്ഞെടുപ്പായതുകൊണ്ട് അല്ലാണ്ട് വിഷു ആയതുകൊണ്ടല്ല, 2 മാസത്തെയും കൂടെ വിഷുവിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള തുക അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന ഒരു സർക്കാർ, എന്നാൽ ദൂർത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നടത്താത്ത സർക്കാർ. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ലക്ഷങ്ങൾ മുടക്കി സ്വിമ്മിംഗ് പൂള് നവീകരിക്കുന്നതും 42 ലക്ഷം മുടക്കി അവിടെ പശുക്കളെ വളർത്താൻ തൊഴുത്ത് നിർമ്മിക്കുന്നതും, ഒരു നില മാത്രം മോളിലുള്ള ക്ലിഫ് ഹൗസിൽ 25 ലക്ഷം മുടക്കി ലിഫ്റ്റ് വെക്കുന്നത് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളിലും ദൂർത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു സർക്കാർ. CPMന്റെ പ്രാദേശിക നേതാക്കൾ വരെ കോടികൾ കൊണ്ട് കച്ചവടം നടത്തുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നടന്നത്. കഴിഞ്ഞ ദിവസം കരുവന്നൂർ ബാങ്കിലെ ED അവിടെ 10 കോടി രൂപ ആണ് CPMന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഫ്രീസ് ചെയ്തത്. 10 കോടി രൂപ ഒരു ജില്ലാ കമ്മിറ്റി, CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ 10 കോടി രൂപ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CPM എന്ന രാഷ്ട്രീയ പാർട്ടി എത്ര കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് നമുക്കൊന്ന് ഊഹിക്കാവുന്ന മാത്രമേ. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കുമാരി രമ്യ ഹരിദാസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ വിജയമായി കുമാരി രമ്യ ഹരിദാസിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോ ജനാധിപത്യ വിശ്വാസികളും ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്. ഈ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ MLA ചാണ്ടി ഉമ്മൻ സാറെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ UDFന്റെ ചെയർമാൻ ശ്രീ സുരേഷ് ബാബു അവർകൾ, പ്രിയപ്പെട്ട സുമേഷ് അച്യുതൻ, പ്രിയപ്പെട്ട മധുവേട്ടൻ, പ്രിയപ്പെട്ട പ്രീതേട്ടൻ, പ്രിയപ്പെട്ട ബാലേന്ദ്രേട്ടൻ, പ്രിയപ്പെട്ട UDFന്റെ ചെയർമാൻ രതീഷ് അവർകൾ, പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ നേതാവ് പ്രിയങ്കരിയായ ശ്രീമതി ഷീബ അവർകൾ, കർഷക കോൺഗ്രസിന്റെ യുവജനമണ്ഡലം പ്രസിഡന്റ് ശ്രീ K മോഹൻ അവർകൾ, UDFന്റെ കൺവീനർ ശ്രീ ഫൈസൽ, ഏറ്റവും പ്രിയപ്പെട്ട ബാബുവേട്ടൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട് ഇന്ന് കുമാരി രമ്യ ഹരിദാസിന് വേണ്ടി ഇവിടെ വന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കുവാൻ സാധിച്ചത്. ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്റെ പിതാവിന്റെ കല്ലറയിൽ 10ഓളം UDFന്റെ സ്ഥാനാർത്ഥികൾ വന്നു. കോട്ടയത്തെ സ്ഥാനാർത്ഥിയായിട്ട് മുൻനിശ്ചയിച്ച പ്രകാരം അവിടെ ചെന്നു. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം പെട്ടെന്നാണ് വിളിച്ചു പറയുന്നത് ആ കല്ലറയിലോട്ട് വരുന്ന കാര്യം. അതുകൊണ്ട് ആരോടും ഒത്ത് ആ കല്ലറയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരം ലഭിച്ചില്ല. ഒരാൾ ഒഴിച്ച്, ആ ഒരാളുടെ പേരാണ് കുമാരി രമ്യ ഹരിദാസ്. എനിക്ക് തോന്നുന്നു എന്റെ പിതാവിനും അത് അവർക്കുള്ള ഒരു ആത്മബന്ധം കൊണ്ടായിരിക്കും. കൃത്യസമയത്തിന് വിളിച്ചപ്പോൾ ഞാൻ ആ പള്ളിയുടെ തൊട്ടടുത്തു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ തന്നെ ഉണ്ട്, വെയിറ്റ് ചെയ്യാണ്. അവരുമായിട്ട് മാത്രമാണ് ആ കല്ലറയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം, അത് അവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തൊട്ട് ഉള്ള അനുഗ്രഹം ഇന്നും
പ്രസ്യൂതം തുടരുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഞാൻ എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ രാത്രി 3 മണിക്കാണ് പാലക്കാട് എത്തിയത്. ഇങ്ങോട്ടുള്ള ഈ പരിപാടിക്ക് വേണ്ടി പ്രത്യേകം വരുവാനുള്ള കാരണവും ആ ഒരു ആത്മബന്ധം തന്നെയാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട രമ്യ ഈ നാടിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് ഞാൻ എണ്ണി പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഓരോ സാധാരണക്കാർക്കും അറിയാം. ഇവിടുത്തെ സാധാരണക്കാരനോടൊപ്പം ജീവിക്കുവാൻ, സാധാരണക്കാരിയെ പോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാർ വികാരമറിഞ്ഞ് അവരോടൊപ്പം പ്രവർത്തിക്കുവാൻ കുമാരി രമ്യ ഹരിദാസിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രമ്യ വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു MP ഉണ്ടെന്നൊരു തോന്നൽ നമ്മുടെ നാടിന് ഉണ്ടായത്. അത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ, ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന കാര്യമായിക്കോട്ടെ, എല്ലാത്തിലും രമ്യ സജീവമായി ഇടപെട്ട് നിൽക്കുക. ഞാൻ പറയുന്നത് ഇത് രമ്യയുടെ മാത്രം തെരഞ്ഞെടുപ്പല്ല, നമ്മുടെ ഓരോരുത്തരുടെയും തെരഞ്ഞെടുപ്പാണ്. എന്താന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വരുന്ന വർഷങ്ങളിൽ കൂടെ ഇരിക്കുവാൻ, കൂടുവാൻ, ഇതേപോലെ കൂടുവാൻ നമുക്ക് സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഇവിടെ നിന്ന് രമ്യ പാർലമെന്റിലേക്ക് വീണ്ടും പോയേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാം ഏത് തരത്തിലാണ് ഈ നാടിന്റെ ജനാധിപത്യത്തെ BJP സർക്കാർ അട്ടിമറിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി അഴിമതിയെ സ്ഥാപനവൽക്കരിച്ചിരിക്കുക. 10 വർഷം മുമ്പ് അധികാരത്തിൽ എന്ന് പറഞ്ഞത് ഇവിടെ മൊത്തം അഴിമതിയാണ്, ഈ നാട്ടിൽ അഴിമതി അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ BJP ഇന്ന് പറയുക ഞങ്ങൾക്ക് ആര് കാശ് തന്നു എന്ന് ജനങ്ങൾ അറിയണ്ട, ഇന്ത്യയിലെ ജനങ്ങൾ അറിയണ്ട എന്ന് പറയുക. അപ്പൊ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ, ജനാധിപത്യത്തിനെതിരായ നിലപാടെടുത്തുകൊണ്ടാണ് ഇന്ന് BJP നിൽക്കുന്നത്. എത്ര ആയിരക്കണക്കിന് കോടി രൂപയാണ് മേടിച്ചത്. നിങ്ങളുടെ UPA സർക്കാരിനെതിരെ ഒരു കണക്കുണ്ടാക്കി. 10 ലക്ഷം കോടിയുടെ അഴിമതി, 8 ലക്ഷം കോടിയുടെ അഴിമതി. പക്ഷേ അതിനകത്ത് 1 രൂപ ആരും മേടിച്ചതായിട്ട് ഒരാൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് തെളിയിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന രൂപ അത് BJPക്ക് കിട്ടി എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഇലക്ട്രൽ ബോണ്ട് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും? ഈ രാജ്യത്തിന്റെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും? ഇവിടെ നമുക്ക് സാധാരണക്കാരനെ സംരക്ഷിക്കുന്ന ജനാധിപത്യമാണ് വേണ്ടത്. ഇലക്ട്രൽ ബോണ്ട് ആ സാധാരണക്കാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാ. ഇവിടുത്തെ പാവപ്പെട്ടവന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാ. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇലക്ട്രൽ ബോണ്ട്, കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഇലക്ട്രൽ ബോണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ആ അറസ്റ്റ് ചെയ്ത് കാരണം ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത ഒരാൾ മാപ്പ് സാക്ഷിയായി. ആ മാപ്പ് സാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ ബലത്തിലാണ് ആ മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമം ഇന്ന് ഈ രാജ്യത്ത് തുറന്ന രീതിയിൽ നടക്കുക. അതിനെതിരെ പ്രതികരിക്കുവാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെയാണ് കേരളം ഭരിക്കുന്ന CPM സർക്കാർ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ 3 ദിവസം പട്ടിണിക്കിട്ട്, 3 ദിവസം ആളുകൾ വരുന്നവരും പോകുന്നവരും അടിച്ച് വശം കെടിച്ച് അങ്ങനെ കൊലപാതകം നടത്തി. പക്ഷെ ആ കൊലപാതകം നടത്തിയിട്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് ആ കേസെടുത്തത്. ഓർത്തോക്കണ ഒരു സർക്കാരിന്റെ പാപ്പരത്വം, ഇവിടുത്തെ നാടിന്റെ അവസ്ഥ, പോലീസിന്റെ പാപ്പരത്വം. ഇവിടെ കൊലപാതകത്തിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടു ചെന്നെത്തിച്ചിട്ട്, ഒരു കുട്ടിയുടെ കൊലപാതകം നടത്തിയിട്ട് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ നോക്കുകുത്തിയാക്കി പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ആ കുട്ടിയുടെ കൊലപാതകർക്ക് പുറത്തു പോകുവാനുള്ള സാഹചര്യം ഒരുക്കി. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഒരു നിലപാടെടുത്തത്. സിദ്ധാർത്ഥന്റെ പിതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടു. അതിനുശേഷം സംസ്ഥാന സർക്കാർ CBIക്ക് വിടുവാനുള്ള തീരുമാനത്തിലെത്തി. അതല്ലെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചേനെ. രാഹുൽ ഗാന്ധി അവിടെ വന്നില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പോകുന്ന സമീപനം വീണ്ടും കാണേണ്ടി വന്നേനെ.
ഈ നാടിനെ സംരക്ഷിക്കുവാൻ CPM-നോ BJP-ക്കോ ആവത്തില്ല. ഈ നാട്ടിലെ എല്ലാവരും ഒരുപോലെ കാണുവാൻ BJP-ക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഞങ്ങളുടെ നാട്ടിനടുത്തൊരു സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പറഞ്ഞു, കോൺഗ്രസ്സുകാരെല്ലാം പാകിസ്ഥാനിൽ പോകണം, കോൺഗ്രസ്സുകാരെല്ലാം പാകിസ്ഥാനിൽ പോകാനാ പറയുന്നത്. അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ സംസ്കാരം അറിയത്തില്ല, ഈ രാജ്യത്തിന്റെ ആത്മാവ് അറിയത്തില്ല, ഈ രാജ്യത്ത് എങ്ങനെയാണ് എല്ലാവരെയും ഒന്നുപോലെ കണ്ടെന്നറിയത്തില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ 7000 വർഷത്തെ ഈ രാജ്യത്തിന്റെ സംസ്കാരം അറിയാത്ത വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇന്ത്യക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുന്നത്. ഇതിൽ പരം രാഷ്ട്രീയ പാപ്പരത്വമുണ്ടോ? തന്റെ തെരഞ്ഞെടുപ്പ് ജയിക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന നിലപാട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എടുത്ത നിലപാട് എന്താണെന്നറിഞ്ഞെങ്കിൽ അദ്ദേഹം ഇത് പറയത്തില്ലായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പാകിസ്ഥാന് വേണ്ടി ഉപേക്ഷിച്ച ആളാ. ഓർത്തോക്കോ, പാകിസ്ഥാന് വേണ്ടി ഉപേക്ഷിച്ച മഹാത്മാഗാന്ധി. അദ്ദേഹത്തിനോട് നിങ്ങളുടെ മതമേതാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ എം എ ഹിന്ദു, ഐ എം എ മുസ്ലിം, ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ സിഖ്, ഐ എം എ പാർസി, ഐ എം എ ജൂ, നോട്ട് ഓൺലി മീ. അല്ല, നിങ്ങൾ ഓരോരുത്തരും ഇത് പറഞ്ഞു കാണിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ജീവിതത്തിലെ അവസാനം നമ്മൾ പറയുന്നത് തികച്ച സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഗാനം ക്രൈസ്തവ ഗാനമായ അബൈഡ് വിത്ത് മീ ആയിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷം വരെ അബൈഡ് വിത്ത് മീ ആണ് ബീറ്റിംഗ് ദ റിട്രീറ്റ് എന്ന് പറയുന്ന റിപ്പബ്ലിക് ഡേയുടെ ചടങ്ങിൽ പാടിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദുവും മുസൽമാനും തമ്മിലടിക്കരുതെന്ന് പറഞ്ഞ് നവകാലിയിൽ പോയി നിരാഹാരമിരുന്ന നേതാവാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാവിനെ അറിയുവാൻ ഈ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മഹാത്മാവിനെ അറിഞ്ഞാൽ BJP ഇങ്ങനെ പ്രവർത്തിക്കത്തില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംരക്ഷിക്കുവാൻ രമ്യ ഇവിടെ നിന്ന് പോകണം. കോൺഗ്രസ് ഇവിടെ ജയിക്കണം, UDF ഇവിടെ ജയിക്കണം. UDF-ഉം കോൺഗ്രസും ജയിച്ചാൽ മാത്രമേ കേരളത്തെ സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ, ഭാരതത്തെ സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ, ഭാരതത്തിന്റെ സംസ്കാരം സംരക്ഷിക്കാൻ പാടത്തുള്ളൂ. ഇന്ന് വ്യക്തിഹത്യയുമായി ചിലർ നടപ്പുണ്ട്, വ്യക്തിഹത്യയുമായി ചിലർ നടപ്പുണ്ട്. ആ വ്യക്തിഹത്യ കഴിഞ്ഞ പ്രാവശ്യവും രമ്യ നേരിടുക, ഈ പ്രാവശ്യവും വീണ്ടും തുടങ്ങിയിരിക്കുക. ഇങ്ങനെ ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സമീപനം അത് CPM-ന്റെ സ്ഥിരം ശൈലിയ. എന്റെ പിതാവ് മരിച്ചതിന് ശേഷം നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക. എന്റെ പിതാവ് മരിച്ചതിന് ശേഷം CPM പറഞ്ഞത് നരകത്തിൽ പോലും അദ്ദേഹം വിശുദ്ധനാകത്തില്ല. കോടിക്കണക്കിന് ആളുകൾ ലോകമെമ്പാടും ആദരിക്കുന്ന ഒരു നേതാവിനെ പറ്റി അദ്ദേഹത്തിന്റെ മരണശേഷം പറയുകയാണ് അദ്ദേഹം നരകത്തിൽ പോലും വിശുദ്ധനാകത്തില്ല. എന്തിനാ? അദ്ദേഹത്തെ കുറിച്ചുള്ള ആദരം കുറയ്ക്കണം. പിന്നെ പറഞ്ഞു, ഈ കല്ലറ അയോധ്യയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു. ഇന്നിപ്പോ വീണ്ടും എന്റെ പിതാവ്, നിങ്ങൾക്കറിയാം, ഇന്നും ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വരുന്നത് അദ്ദേഹത്തിനുള്ള സ്നേഹം കാണിക്കുവാൻ, അദ്ദേഹത്തെ കുറിച്ചുള്ള സ്നേഹം കുറയ്ക്കുവാൻ. എന്ത് ചെയ്യണം? എന്നെ BJP-യിലോട്ട് വിടണം. അപ്പൊ എന്നെ BJP-യിലോട്ട് വിട്ടു കഴിഞ്ഞാൽ എന്റെ പിതാവിനെ ആക്രമിക്കാം. ശ്രീ ആക്രമിച്ച പോലെ, ശ്രീ കെ കരുണാകരനെ ആക്രമിച്ച പോലെ എന്റെ പിതാവിനെ ആക്രമിക്കുക. നിങ്ങൾക്കറിയാം, ദേശീയരാം നിലവിളി വരുന്നു എന്ന് എന്റെ പിതാവിന്റെ കല്ലറയെ പറ്റി പറഞ്ഞു. ആക്ഷേപം, ആ തരത്തിലുള്ള ആക്ഷേപം എന്റെ പിതാവിനെ മരണശേഷം വിടാത്തവർ ഇന്ന് രമ്യയെ പിന്തുണന്ന് ആക്ഷേപിക്കുക. ഈ തരത്തിലുള്ള രാഷ്ട്രീയത്തിനെതിരെ തിരിച്ചടി കൊടുക്കുവാനുള്ള തെരഞ്ഞെടുപ്പാണിത്. ഇനി ഒരാൾക്കും ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. രമ്യയെ പോലൊരു വ്യക്തിയെ അപമാനിക്കുന്നത് ഈ നാടിനെയാണ് അപമാനിക്കുന്നത്, ഈ സമൂഹത്തെ തന്നെയാണ് ആക്രമിക്കുന്നത്, വനിതകളെയാണ് ആക്രമിക്കുന്നത്. ഈ നാടിന് വേണ്ടി ജീവപരിക്കുന്ന ഒരു നേതാവിനെ ആക്രമിക്കുന്നത് ഒരിക്കലും ഈ നാടിന് ശോഭ നൽകത്തില്ല. ആ രാഷ്ട്രീയത്തിനെതിരെ അവർക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ ശ്രീമതി രമ്യ ഹരിദാസ് നൽകി അവരെ വിജയിപ്പിക്കണം. ആ വിജയം ഈ നാടിന്റെ വിജയം, ആലത്തൂരിന്റെ വിജയം, ആ വിജയം ഇന്ത്യയുടെയും കേരളത്തിന്റെ വിജയം, ആ വിജയം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പോകുന്ന രാഹുൽ ഗാന്ധിയുടെ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ.
അടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് കുമാരി രമ്യകാരിദാസ് അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മകനും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഇന്ന് പുതുപ്പള്ളിയുടെ MLA കൂടിയായ പ്രിയപ്പെട്ട ചാണ്ടി, അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷീബ ഉൾപ്പെടെ എത്തിച്ചേർന്നിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ഉൾപ്പെടെ മോഹനൻ ഉൾപ്പെടെ ശ്രീ പ്രാണേഷ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ വാക്കുകളും നമ്മുടെയൊക്കെ പ്രചരണ പരിപാടികൾക്കും വളരെ ആവേശത്തോടു കൂടി പിന്തുണ നൽകുന്ന ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വലിയ പ്രസംഗത്തിന് മുഴുവനില്ല. കാര്യപ്രസക്തമായിരിക്കുന്ന ആനുകാലികമായ സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം ചാനലിനെ വളരെ സവിസ്തരം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന വ്യക്തി എന്റെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ വിദ്യാഭ്യാസാണ് ഇന്ന് ആലത്തൂരിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ ജനങ്ങളോട് എങ്ങനെയായിരുന്നു ജീവിച്ച് അവരോടൊപ്പം ഇടപഴകി ചേർന്നുകൊണ്ട് ജീവിച്ചത്, അത് കണ്ടുകൊണ്ട് വളർന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ആവോളം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലേറെ സന്തോഷം അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഒരുപക്ഷെ എന്റെയൊക്കെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആത്മാവ് ഇവിടെ നിന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒക്കെ വീക്ഷിക്കുന്നുണ്ടാകുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നിന്ന് സംസാരിക്കുമ്പോൾ ചാണ്ടി ഇവിടെ വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ കണക്കാക്കുന്നത് അത് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് ഞങ്ങളെ ഈ പരിപാടിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ ഊർജമാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ, ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും കിട്ടിയ പോലെ തന്നെ ഞങ്ങളതും പുതുപ്പള്ളി പോലെ തന്നെ ജനങ്ങൾ ഹൃദയം കൊണ്ടാണ് ആലത്തൂർ പാർലമെന്റിൽ ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്നതും കരുതലും പിന്തുണയും നൽകുന്നത്. ആ പ്രാർത്ഥനയും പിന്തുണയുമാണ് മുന്നോട്ട് പോകുന്ന ഓരോ സമയത്തും ഒരു കരുത്തായി ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുവാനും പെരുമാറുവാനും ഇടപെടുവാനും കഴിയുന്നത്. അത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലക്കാർ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ കാവൽക്കാരനായി കടന്നു വരുമ്പോൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് നിങ്ങളുടെ എല്ലാം പിന്തുണയും പ്രാർത്ഥനയും എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി ഇടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ചാണ്ടിയോട് ഹൃദയം തുറന്ന നന്ദി പറയുകയാണ്. വളരെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ എവിടെയും ഒത്തിരി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളുന്ന പാർലമെന്റ് മണ്ഡലത്തിലും എല്ലാ ജില്ലകളിലെയും അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് ആദ്യം നൽകിയിരിക്കുന്ന പരിഗണനയ്ക്ക് കൃത്യമായിരിക്കുന്ന നന്ദിയും കടപ്പാടും എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് നമ്മുടെ പ്രചരണ പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. കരുണാമയനെ കാവൽ വിളക്കേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. കരുണാമയനെ കാവൽ വിളക്കേ കരുവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. അല്ലേ, സന്ധ്യയ്ക്ക് കുരിശ് വഹിക്കുന്ന അമ്മയും സന്ധ്യാനാമം ജപിക്കുന്ന അമ്മയും
5 നേരം നിസ്കരിക്കുന്ന അമ്മയും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഈ സ്നേഹവും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് നമ്മുടെയൊക്കെ രാജ്യത്തിന് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി ആരാണ് സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേയുള്ളൂ. ആ മനുഷ്യന്റെ പേര് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയോടൊപ്പം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ചേർത്ത് നിർത്തുന്നതിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നതിന് മനസ്സിലായിച്ച കാതുകൾക്ക് കുറിപ്പിച്ചു നിർത്തി ഞങ്ങളുടെ വാക്കുകൾ കാതോർത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയം തൊട്ട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യു ഡി എഫ്.